ഇനിയിപ്പം ഒരു കല്യാണ വിശേഷത്തിലേക്ക് തന്നെയാണ്. നമ്മുടെ വേടന്റെ കല്യാണം കഴിഞ്ഞു. വേടന്റെ കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കൂടി വരുന്നു. അതിന്റെ ഈ ചിത്രങ്ങൾ കൂടിയും ദൃശ്യങ്ങൾ കൂടിയും ഒക്കെ വരുന്നുണ്ട്. വേടൻ മാധ്യമങ്ങളോടും സംസാരിക്കുകയും ചെയ്തു. ലെവിൻ നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലെവിനെ, അപ്പം വേടൻ നവമിയുടെ സ്വന്തമായി. അദ്ദേഹം അവരേറെ ആഗ്രഹിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വിവാഹം അതിമനോഹരമായി തന്നെ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൃശൂർ സബ് രജിസ്ട്രാർ നേരിട്ട് വീട്ടിലെത്തി. ഔദ്യോഗിക സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി. വൈകിട്ട് 5:30 വിവാഹ ചടങ്ങുകൾ, നിയമപരമായ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇരുവരും വിവാഹിതരായത്. രജിസ്ട്രാർ അവർക്ക് ആവശ്യമായ നിയമസഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷവും വിവാഹത്തിന് മുൻപും ശേഷവും വധൂവരന്മാർ മാധ്യമങ്ങളെ കണ്ട് അഭിവാദ്യം ചെയ്തിരുന്നു. ആരാധകർക്കുള്ള സ്നേഹവും നന്ദിയും വേടൻ ഈ ചടങ്ങിന് ശേഷവും മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചു. ആരാധകരൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അല്പം നിരാശയുണ്ടെന്ന് തനിക്കറിയാം. പക്ഷെ അത് ഏറ്റവും സ്വകാര്യമായി നടത്താൻ ആഗ്രഹിച്ച ഒരു ചടങ്ങാണ്. അതേപോലെ തന്നെ സ്വന്തം വീട് പോലും ഒരു വിവാഹത്തിന്റെ പേരിൽ അലങ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ആരാധകർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഏറ്റവും ഭംഗിയായി തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് തന്നെയാണ് വേടൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും അവരേറെ കാത്തിരുന്ന നിമിഷമാണ് കടന്നുപോയത്. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി തന്നെയാണ് വിവാഹങ്ങൾ നടന്നത്. നമ്മുടെ സഹപ്രവർത്തകൻ സഹിൻ ആന്റണി അടക്കം ആ വിവാഹത്തിൽ പങ്കാളിയായിരുന്നു എന്ന് പറയുന്നത് നമുക്കും അല്പം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. സഹിന്റെ നേതൃത്വത്തിലാണ് രജിസ്ട്രേഷൻ നടപടികളൊക്കെ നടന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയതും. ഏതായാലും വധുവരന്മാർ ഈ സ്വകാര്യമായ ചടങ്ങിന് ശേഷം അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി ഒരു വിവാഹ സൽക്കാര പാർട്ടി തൃശ്ശൂരിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയും വളരെ പരിമിതപ്പെടുത്തിയാണ് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളതും മറ്റും. അവിടെ സംസാരിച്ചപ്പോ എന്താ പറഞ്ഞേ? ഏതോ അല്പസമയങ്ങൾക്ക് മുൻപാണ് വിവാഹശേഷം വേടൻ സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ. ഭരണഘടനയെ സാക്ഷി നിർത്തിയാണ് താൻ വിവാഹം കഴിച്ചത്. അത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. എല്ലാ വധുവരന്മാരുടെ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിനുണ്ടായിരുന്നത്. ആരാധകർക്കൊക്കെ വിവാഹത്തിൽ പങ്കാളികളാകാൻ കഴിയാത്തതിൽ അല്പം നിരാശയുണ്ടെന്നറിയാം. പക്ഷെ വേടൻ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ്, തന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നുള്ളതാണ് വേടൻ പറഞ്ഞത്. അതേപോലെ തന്നെ സ്വന്തം വീട് വിവാഹത്തിനായി അലങ്കരിക്കുക പോലും ചെയ്തിട്ടില്ല. അതൊക്കെ സാഹചര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും നന്ദിയും സ്നേഹവും വേടൻ വധുവും സംസാരിക്കുമ്പോൾ അറിയിച്ചിട്ടുണ്ട്. ആരാധകരൊക്കെ മാതൃകയാക്കാവുന്ന ഒരു കാര്യം, ഏറ്റവും ലളിതമായി. അല്ലെങ്കിലും ഈ വിവാഹത്തിനൊക്കെ എന്തിനാണ് ആർഭാടം എന്ന ചോദ്യമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി അല്ലേ? ഇല്ലാത്ത പൈസയൊക്കെ ചെലവാക്കി വെറുതെ വലിയ ആർഭാടമൊക്കെ നടത്തി ഓരോരോ കല്യാണങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് പലപ്പോഴും നല്ല മെസ്സേജൊക്കെ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് വേടൻ. സമീപകാലത്ത് ചില കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നത് ഒഴിച്ചാൽ അതിനപ്പുറം അദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെ ഈ പിള്ളേർക്കൊക്കെ നല്ല സന്ദേശമൊക്കെ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് റാപ്പർ വേടൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടി മറ്റൊരു സന്ദേശം കൂടി സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു വിവാഹം എത്ര ലളിതമായി നടത്താം എന്നുള്ള ഒരു സന്ദേശം, എന്തിനെ സാക്ഷിയാക്കി വേണം വിവാഹം നടത്തേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നു. വേടന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വിജയത്തിലും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി നമ്മുടെ മനസ്സുകൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് സോ മച്ച്. കുറെ നാളത്തെ ആഗ്രഹവും പ്രണയ സാക്ഷാത്കാരമൊക്കെയാണ്. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായി. പ്രതീക്ഷ പോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് പിന്നെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് പോട്ടെ മക്കളെ. താങ്ക് യു സോ മച്ച്. ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് പേര് വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് പലർക്കും നിരാശരാകേണ്ടി വന്നു. ഒരുപാട് പേർക്ക് പക്ഷേ അത് മനസ്സിലാവും. വളരെ കുഞ്ഞ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ വീട് വരെ അലങ്കരിച്ചിട്ടുള്ള ഞാൻ അത്രയും വളരെ കുഞ്ഞ പരിപാടിയാണ്. അപ്പം എൻ്റെ ആരാധകർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ള പരിപാടി. പിന്നെന്താണ്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്.
അത് ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ അതാണ് വേടന് പറയാനുള്ള കാര്യം. വളരെ സിമ്പിളായിട്ട് നടന്ന വളരെ മനോഹരമായൊരു ചടങ്ങ്. പിന്നെ രണ്ടുപേരെയും കാണാനും അടിപൊളി ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നവമിയുടെ കോസ്റ്റ്യൂമും ഒക്കെയും ഭയങ്കര രസമുണ്ടല്ലേ, നല്ല നല്ല ഭംഗിയുണ്ട് ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ. അല്ലെങ്കിലും സുന്ദരിയാണ് നവമി, അപ്പോൾ ഒരുങ്ങി നിന്നപ്പം കുറച്ചധികം സൗന്ദര്യം കൂടി. അപ്പോൾ നമുക്കിനി അടുത്ത ഇന്ന് സംസാരിച്ച